बरेली में तो बीच बसर जब हुस्न दिखाने जाएगी, होश उड़ाने वाली शौक न सर के जो पेंच लड़ाने जाएगी। राय बरेली में तो बीच बसर जब हुस्न दिखाने जाएगी, होश उड़ाने वाली शौक न सर के जो पेंच लड़ाने जाएगी। अरे पहन के इतना सेवर गहना, तेज हवा से बच के रहना, गिर जाए तो फिर ना कहना झुमका गिरा रे। हाय झुमका, हाय झुमका, हाय झुमका झुमका। व्हाट झुमका? व्हाट झुमका? व्हाट झुमका? व्हाट झुमका? शक्ल से जितना नेक है तो कसम से उतना फेक है, तो पड़ गया क्यों गले तुम छल्ले की तरह। है चिपक के सेलो टेप जैसा लला हुआ है चेप जैसा, ना किसी काम का ने थल्ले की तरह। बस ढूंढ रहा है मौका, खुल के मारेगा चौका, बाई चांस किसी लड़की का जान झुमका गिरा रे। व्हाट झुमका? व्हाट झुमका? व्हाट झुमका? हाय हाय तेरी छोड़ के मैं सारी काम काज करूं, तेरे हुस्न के ईगो का मसाज करूं, तेरे झुमका जो कोई गलती है तेरी और ताने जाके एफआईआर में लॉन्च करूं। जानती है कि मैं तुझ पे फिदा हूं तो ही जानती है, तेरी आत्मा को मिलती है शांति है, मुझे ऐसे काम पे लगा के बस ढूंढते रहूं मैं तेरा झुमका। अरे पहन के इतना सेवर गहना, तेज हवा से बच के रहना, गिर जाए तो फिर ना कहना झुमका गिरा रे। झुमका गिरा, झुमका गिरा, झुमका 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 गिरा 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 रे झुमका। व्हाट झुमका? व्हाट झुमका? व्हाट झुमका? झुमका गिरा रे बरेली के बाजार में, झुमका गिरा रे बरेली के बाजार में, झुमका गिरा झुमका गिरा झुमका गिरा, हाय 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 झुमका गिरा रे बरेली के बाजार में, झुमका गिरा रे। व्हाट झुमका? സർഗ തന്നെയാണോ ഇത്? ശരത് സാർ, വിശ്വസിക്കാൻ പറ്റുന്നില്ല സർഗ തന്നെയാണെന്ന്. ഞാനൊന്ന് വിശ്വസിച്ചോട്ടെ. വേറെ ടോണുള്ള സർഗ. എന്തോന്നാടാ ഇത്? ലുക്ക് മാറി, എല്ലാം മാറി, അടിപൊളി, സൂപ്പർ. താങ്ക് യു. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുത്തു ഇങ്ങനത്തെ ഒരു സോങ്? നീ ഇപ്പൊ ഫസ്റ്റ് ടൈം ആണല്ലോ ചെയ്യുന്നത്. അത് മാക്സിമം ഓപ്പൺ ആക്കിയിട്ട് പാടാൻ ശ്രമിച്ചു. ഞാൻ എപ്പോഴും എന്താ പറയാ, കുറച്ച് മെലഡി ടച്ച് സോങ്സ് ആണല്ലോ കൂടുതൽ പാടിയിട്ടില്ലേ. ഓഫ് കോഴ്സ്. അപ്പോ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് എന്താ പറയാ ചെസ് വോയിസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചു. ഇതൊക്കെ നിങ്ങൾ ആദ്യമേ ചെയ്താ പോരായിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിട്ട് വരണ്ടായിരുന്ന? വരണം. അപ്പൊ അങ്ങനെ ഒരു റൗണ്ട് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ആയില്ലേ? അപ്പൊ ഇനി വരാന്നല്ലേ? അല്ല, ഇങ്ങനെ ഒരു റൗണ്ട് വന്നപ്പോ ഈ സോങ് എടുത്ത് ചൂസ് ചെയ്ത്. राय बरेली में तो बीच बसर जब हुस्न दिखाने जाएगी, होश उड़ाने वाली शौक न सर के जो पेंच लड़ाने जाएगी। अरे पहन के इतना सेवर गहना, तेज हवा से बच के रहना. ഓക്കെ, നൈസ്. സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ടുണ്ട്. ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്നുള്ളത് ശരിക്കും നമുക്ക് ചോദിക്കാം. ഓക്കെ ചേച്ചി. സർഗക്കുട്ടി എന്തോ ഞെട്ടിച്ചോ? താങ്ക് യു മാം. ആദ്യം ഈ ഒരു പാട്ട് എടുക്കാന്ന് വിചാരിച്ചു, കേട്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഒന്നും പേടിച്ചുപോയി. കാരണം ഈ പാട്ട് രണ്ടുപേരാ പാടിക്കുന്നത്, അർജിത് സിംഗും ജുനൈറ്റ ഗാന്ധിയും. അന്ന് നമ്മുടെ പ്രീതം ദായുടെ പാട്ടും കൂടെയാണ്.
അപ്പോൾ അതിന്റെ സൗണ്ടിങ്ങും ആ ഒരു പഞ്ചുണ്ടായി ഈ പാട്ടിന്. അപ്പോൾ എനിക്ക് ചെറിയ പേടിയാണ് സർക്കുട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, കാരണം സ്റ്റാർട്ടിങ് തന്നെ അർജിത് സിംഗിന്റെ പോർഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് ജോണിറ്റ ഗാന്ധി. അപ്പോഴാണ് നമ്മുടെ ഫീമെയിൽ പിച്ചിനും ആക്ച്വലി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു നോർമൽ ടോൺ വരുന്നത്. പക്ഷെ സൂപ്പറായിട്ട് പാടി. താങ്ക് യു മാം. നല്ലോണം യു ഹവ് വർക്ക്ഡ് വെരി ഹാർഡ്. താങ്ക് യു മാം. പിന്നെ ആ ഡാൻസ് സ്റ്റെപ്പ്, ഓ എന്ത് ഗ്രേസ്ഫുൾ ആയിരുന്നു അല്ലേ. അവളൊന്ന് അനങ്ങി ഞങ്ങൾ ഇപ്പോഴാ കണ്ടു. അച്ചടാ ആ സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിച്ചു തരും. ആലിയ ഭട്ടിന്റെ സ്റ്റെപ്പാണ് കേട്ടോ, അതൊന്നുകൂടെ കാണിച്ചു തരുമോ? എന്നാ വാ ചേച്ചി വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കളിക്കാം. വരൂ ശരത് സർ, മോട്ടിവേഷൻ കൊണ്ട് വരാൻ പറ. നിത്യ ചേച്ചി വാ, പ്ലീസ് പ്ലീസ് പടി കൊടുത്ത് അടിപൊളി. കം ഓൺ. എനിക്ക് ഈ പാട്ടുമായി ഒരു ബന്ധമുണ്ട്. അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. സൂപ്പർ സ്റ്റാർ തുടങ്ങിയപ്പോ ഞാൻ ഫസ്റ്റ് കളിച്ചത് ഈ പാട്ടാ. ഇവിടെ ഡാൻസ് കളിച്ചത് ഞാൻ വിചാരിച്ച ആദ്യമായിട്ട് കണ്ടതാണ്. ഡാൻസ് ചെയ്യേണ്ടത് പാറു അല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വിളിച്ചോണ്ടോന്ന് നിർത്തിയിട്ട് മര്യാദക്ക് ഡാൻസ് കളിച്ചോ. പാറു ഒരു ഡാൻസർ ആണെന്നുള്ളത് തെളിയിച്ചതാണ്. നിത്യ ഒരു ഡാൻസർ ആണ് തെളിയിച്ചതാണ്. സർഗ ഒരു ഡാൻസർ ആണ് തെളിയിച്ചതാണ്. അതുകൊണ്ട് 3 പേരും ഡാൻസ് ചെയ്യണ്ട. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഡാൻസ് കളിച്ചിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. പാച്ചുചേട്ടൻ ഇങ്ങനെ കാണിച്ചു എനിക്ക്. ഇട്ടിച്ച് ശരിയാക്കുന്നു. ഓക്കെ, ചേച്ചി കളിച്ചില്ലേ? പറ്റിച്ചു. അസാധ്യമായിട്ട് ഞങ്ങള് നിത്യയുടെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടായിരുന്നു. അത്ര മനോഹരമായിട്ട് അവിടെ നിന്നു. ദേ കൈയടിച്ചിട്ട് ഇറങ്ങി പോന്നു. അല്ല നിത്യ ചേച്ചി, ഒരു മിനിറ്റ് നിങ്ങട് വാ. ഡാൻസോ കളിച്ചില്ല, ഒന്ന് റാമ്പ് വാക്ക് ചെയ്തെങ്കിലും അങ്ങോട്ട് പോ. വാ. നിത്യ വീഴാനൊരു ചാൻസാ. എടാ ഷിനു, നിത്യ ഒരിക്കലും മറക്കരുത് ആ ബർത്ത്ഡേ ഒരു മ്യൂസിക് ഇട്ടോട്. മതിയടാ, മതി മതി, നിന്റെ ശബ്ദം ഇടല് മതി. നിത്യ ഇത്രയൊക്കെ ഒരു കള്ളിയായിരുന്നെന്ന് ഞാൻ ഇപ്പഴാ മനസ്സിലാക്കിയത്. ചുമ്മാ നമ്മള് പരിപ്പോട തിന്നാൻ പോകുന്നോണ്ട് ഇനി വന്ന് പിടിയിരിക്കുന്ന കാര്യം. പക്ഷേ ചെയ്തു. ഓക്കെ, അയ്യോ സോറി, ഉള്ള കാര്യം മറന്നു. അതെ, നമ്മൾ പാട്ടേ പറഞ്ഞു. ആ ചേച്ചി, സർക്കുട്ടിയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ആ റാപ്പ് പോർഷൻ ആയിരുന്നു. താങ്ക് യു. അതെ, ഞെട്ടിച്ചു. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം അത് അത്ര എളുപ്പമല്ല അല്ലേ, എസ്പെഷ്യലി ഹിന്ദിയും ടഫാണ്. അങ്ങനെ അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് റാപ്പിൽ ഇങ്ങനെ പാടാൻ. हाय 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 तेरी चुटकी में सारी काम काज करूं, तेरे हुस्न के ईगो का मसाज करूं, तेरे झुमका जो कोई गलती है तेरी और ताने जाके एफआईआर में लॉन्च करूं. जानती है कि मैं तुझ पे फिदा हूं तो ही जानती है तेरी आत्मा को मिलती है शांति है. मुझे ऐसे काम पे लगा के बस ढूंढते रहूं मैं तेरा झुमका. ഈ ഒരു പാട്ട് രണ്ടുപേരും പാടിയ പാട്ട് ഒറ്റയ്ക്കിരുന്ന് ഇത്രയും നമ്മളെല്ലാരെയും എന്താ പറയാ, വി ഓൾ സെഡ് വാട്ട് ജുംക. അതാണ് രസം. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ, മോളെ എന്തോ ഞെട്ടിച്ചൂടാ. താങ്ക് യു സർ. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാര്യം നമ്മളിത് പ്രതീക്ഷിക്കുന്നതേ ഇല്ല. ഞാനിങ്ങനെ ആ ഒരു ഉഷാവുതിപ്പോ ഇതെന്തിനാ എഴുതി ഇട്ടുകൊണ്ട് സാരി കൊടുത്ത് നിൽക്കുന്നു, പാട്ട് വേറെയോ. ഞാനങ്ങനെ വെച്ചാൽ ദീദിയെ ഓർമ്മ വന്നു. ഐ മിസ് യു ദീദി, ലവ് യു. മക്കളെ ഉഗ്രായിട്ട് പാടി. താങ്ക് യു സർ. അതിന് വേണ്ട നിന്റെ ആ ചെയ്യുന്നതിന് നല്ല ഗ്രേസ് ആയിരുന്നു. എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞോളൂ, ഉള്ള കാര്യം പറയാം. പക്ഷെ കണ്ടാല് അത് വൃത്തികേടല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതാന്ന് അറിയാനുള്ള ഒരു അത് സെൻസ് ഉണ്ട്. അതുണ്ട്. സൂപ്പറായിരുന്നു മോളെ. താങ്ക് യു സർ. ഉഗ്രായിട്ട് ചെയ്ത റാപ്പ് പോർഷൻ എക്സ്ട്രാ ഓർഡിനറി, വേറെ ഒന്നും പറയാനില്ല. പക്ഷെ നിന്നിൽ നിന്ന് ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല. ആകെ അനങ്ങിയത് പ്രേതമായി നടന്നപ്പോഴാ. എനിക്കത് ഇത് ഈ വേഷം ഇട്ട് വന്നപ്പോ എനിക്ക് പിന്നെ ഞാൻ അടിച്ചു വല്ല പ്രേതപ്പാട്ടുമായിരിക്കും.
പിന്നെ പ്രേതം ഇങ്ങനത്തെ സാരി ഉടുത്താണല്ലോ ആ നടക്കുന്നത്. ശരിയാണല്ലോ, വെള്ളയാണ്. അല്ല ഇപ്പോഴുള്ള ട്രെൻഡി പ്രേതങ്ങൾ ചിലപ്പോൾ അതെ ഇങ്ങനെ ആവും. അവർക്ക് മടുത്തിട്ടുണ്ടാവും white saree ശരിയാ, ഉടുത്ത് അവർക്കും ഉടുത്ത്. ശരിയാവാം. അവർക്കും ആഗ്രഹം കാണത്തില്ല. അതെ അതെ ഒന്ന് അതെ. കളർഫുൾ പിന്നെ എനിക്ക് ഇവര് കുട്ടികൾ നമ്മുടെ കോറസുകാരെന്ത് ഈ പെട്ടി ലേഡി എന്ന് പാടി എനിക്കറിഞ്ഞു. ഏത് പെട്ടിയാ? അല്ല ഇപ്പൊ പെട്ടി എന്തൊക്കെ മക്കളെ ചുമ്മാ പറഞ്ഞാടാ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങൾ എല്ലാരും കൂടെ ആയപ്പോഴത്തേക്ക് ഒരു ഉത്സവമായിരുന്നു മക്കളെ, ഉത്സവം. What ചുംകാ? മക്കളെ ഇങ്ങനെ തന്നെ പോവാടാ, നമ്മൾ നിന്നെ കൊണ്ട് എല്ലാം പറ്റും. അപ്പൊ ഇത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റും. കാര്യം ഇതിനെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിപ്പ. അല്ല നിന്ന് ഒറ്റ അടിക്ക് നിന്നിട്ട് അങ്ങ് പാടുക. അപ്പൊ മക്കൾ ഇങ്ങനെ അത് നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. താങ്ക് യു സാർ. അപ്പൊ അതിനും കൂടെ ശ്രമിക്കായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സാർ. ശരത് സാർ. വേണു ചേട്ടാ. ഹായ് സർഗ. ഹായ് ഈ സാർ. സർഗ എന്ന് പറയുന്ന പെർഫോമറുടെ വേറൊരു അവതാരം ആണ്. താങ്ക് യു സാർ. സോ ഗുഡ്, എക്സലന്റ്. താങ്ക് യു സാർ. ഞാൻ എന്ത് പറഞ്ഞാലും ഇതിന്റെയൊക്കെ ഒരു ആവർത്തനമായി പോവും. അതുകൊണ്ട് ഇറ്റ് ഈസ് ഗുഡ് ഗുഡ് ഗുഡ്, താങ്ക് വെരി യു ഗുഡ്. സോ അതും ഗ്രേസ്ഫുൾ. എല്ലാം ഇല്ല, അതും ആവർത്തനമാണ്. അതും ആവർത്തനമാണ്. അപ്പൊ ഞാൻ മിണ്ടാണ്ടിരിക്കല്ലേ. അപ്പൊ ഒരു തനി ആവർത്തനം. അല്ല ഇതിന്റെ ഒറിജിനൽ ഈ ജുംകാക്കിരാരെ പാട്ട് കേട്ടിട്ടുണ്ടോ മോള്? ആരാ പാടി? എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു യെസ്, ആശാ ഭോസ്ലെ. ഇതിന്റെ സംഗീത സംവിധായകനോ? മദൻ മോഹൻ സാർ. ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. അപ്പൊ മാർക്കും റെഡി. ഞാൻ റെഡി. ഓക്കെ, Ready അല്ലേ? മാർക്ക്. വേണു ചേട്ടാ. സർഗക്കുട്ടി, എന്ത്? എന്റെ മാർക്ക് 9. താങ്ക് യു സാർ. താങ്ക് യു വേണു ചേട്ടാ. ശരത് സാർ. സർഗക്കുട്ടി, എന്തോ? എന്റെ മാർക്ക് 9.5. താങ്ക് യു സാർ. ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 18.5. അടിപൊളി. ഓക്കെ.